അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 3ാമത്തെ പാഠം ഫഉലായിക ഹുമുൽ മുളഇഫൂൻ. ഫഉലായിക ഹുമുൽ മുളഇഫൂൻ. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ പാഠത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. അപ്പോൾ സക്കാത്തുമായി സംബന്ധിച്ച ചർച്ചകളാണ് നമ്മൾ ഈ പാഠത്തിലൂടെ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങളിലെത്തുമ്പോൾ നമുക്കത് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് പാഠം വായിക്കാം. ഇന്ന് റബീഉൽ അവ്വൽ 5, കഴിഞ്ഞ വർഷം കച്ചവടം തുടങ്ങിയ ദിവസമാണ്. കടയിലെ സാധനങ്ങളുടെ വില കണക്കാക്കണം, അതിൻ്റെ സക്കാത്ത് നൽകണം. സംസാരിച്ചു കൊണ്ട് ഉപ്പ വേഗത്തിൽ നടന്നു. അപ്പോൾ കച്ചവടത്തിൻ്റെ സക്കാത്ത് അവിടെ പറഞ്ഞത് കേട്ടോ. ആ വിഷയം ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പറയാണ്. അപ്പോൾ സംസാരിച്ചു കൊണ്ട് ഉപ്പ വേഗത്തിൽ നടന്നു. ഇന്ന് തന്നെ കൊടുക്കേണ്ടതുണ്ടോ? ഇസ്മായിൽ ചോദിച്ചു. ഇസ്മായിൽ ചോദിക്കുകയാണ്, ഇന്ന് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ടോ, സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന്. അപ്പോൾ ഉപ്പ പറയാണ്, അതെ, സക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണ്, അത് പിന്തിക്കാൻ പാടില്ല. കണ്ട, സക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണ്. ഏതൊന്നിൻ്റെയാണെങ്കിലും സക്കാത്തിൻ്റെ കണക്കെത്തിച്ച് കഴിഞ്ഞാൽ സക്കാത്ത് കൊടുത്തോളണം. പിന്നീടുള്ള ആ സമ്പത്ത്, സക്കാത്ത് കൊടുക്കേണ്ട ആ സമ്പത്ത്, അത് ആരുടേതാണ്? അത് മറ്റുള്ള ആളുകളുടേതാണ്, പാവപ്പെട്ട ആളുകളുടേതാണ്. അല്ലെങ്കിൽ സക്കാത്തിൻ്റെ അവകാശികൾ പറഞ്ഞാൽ അതിൽപ്പെട്ട ആളുകളുടേതാണ്, അത് നമ്മളതല്ല. അപ്പോൾ അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അത് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ആ ഉപ്പ പറഞ്ഞു കൊടുത്തത്. സക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണ്, അത് പിന്തിക്കാൻ പാടില്ല. ഇസ്മായിൽ, സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്കെന്താണ് ഗുണം? സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്കെന്താണ് ഗുണം എന്ന് ഇസ്മായിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഉപ്പ പറയാണ്, നമുക്ക് പരലോകത്ത് വലിയ ഗുണം കിട്ടും. നമുക്ക് പരലോകത്ത് വലിയ ഗുണം കിട്ടും. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുണ്ട്, സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. അത് നമ്മളെ പാഠത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ അർത്ഥമാണത്. എന്നിട്ട് ശേഷം പറയുന്നു, അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തീയിൽ ചുട്ടുപഴുപ്പിക്കും. അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് സക്കാത്ത് കൊടുക്കാതെ ആ സമ്പത്ത് ഉപയോഗിക്കുന്നവരെ പറ്റി, ആ സക്കാത്ത് കൊടുക്കാതിരിക്കുന്നവരെ പറ്റിയിട്ട് ഖുർആനിൽ പറഞ്ഞത് എന്താ പറഞ്ഞത്? അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തീയിൽ ചുട്ടുപഴുപ്പിക്കും. ആ പൈസ എന്ത് ചെയ്യും? നരകത്തിലെ തീയിൽ ചുട്ടുപഴുപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും. അപ്പോൾ സക്കാത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ, സക്കാത്തിൻ്റെ കണക്കെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തോളണം? സക്കാത്ത് കൊടുത്തോളണം. സക്കാത്ത് കൊടുത്താൽ നമുക്കുള്ള നേട്ടം എന്താ? സക്കാത്ത് നൽകുന്നവർക്ക് ഇരട്ടി സമ്പാദിക്കും. നമ്മൾ കൊടുത്ത് എന്നത് കൊണ്ട് എന്താവില്ല? നമ്മളെ സമ്പത്ത് ചുരുങ്ങൂല. അല്ലാഹു തആലയാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത്, റബ്ബ് അത് വർദ്ധിപ്പിച്ച് നൽകും. അതാണ് അവിടെ പറഞ്ഞത് ഖുർആനിലൂടെ. ഇനി കൊടുക്കാത്തവരവസ്ഥ എന്താ? അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തീയിൽ ചുട്ടുപഴുപ്പിക്കും. അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും. ഇസ്മായിൽ, എല്ലാ സമ്പത്തിനും സക്കാത്ത് നൽകേണ്ടതുണ്ടോ? അപ്പോൾ ഇസ്മായിലിൻ്റെ ചോദ്യം അടുത്തത്, എല്ലാ സമ്പത്തിനും സക്കാത്ത് കൊടുക്കണോ? അപ്പോൾ ഉപ്പ പറയാണ്, സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം എന്നിവയാണ് സക്കാത്ത് നിർബന്ധമാവുന്നവ. അവ നിസാബെത്തിയാൽ സക്കാത്ത് നൽകണം. അപ്പോൾ ഏതൊക്കെ വസ്തുക്കളിലാണ് സക്കാത്ത് നൽകേണ്ടത്? സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം, ഇത്രയും സംഗതികളിലാണ് എന്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് നിർബന്ധമുള്ളത്. എന്നിവയാണ് സക്കാത്ത് നിർബന്ധമാകുന്നവ. അവ നിസാബെത്തിയാൽ സക്കാത്ത് നൽകണം. എന്താ ഇപ്പോൾ ഈ നിസാബ് എന്ന് പറഞ്ഞാൽ? അതാണ് ഇനി പറയാൻ പോണത്. അതിന് മുമ്പ് ഇവിടെ ഒരു 1 ഇട്ടെഴുതിയിട്ട് കാണാം. സ്വർണം, വെള്ളി, അവിടെ ഒരു 1 നമ്മുടെ പുസ്തകത്തിൻ്റെ അടിയിലുണ്ടാവും. സ്വർണം, വെള്ളി എന്നിവയുടെ സ്ഥാനത്താണ് കറൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പൈസകളുണ്ടല്ലോ, രൂപ, അത് എന്തിൻ്റെ സ്ഥാനത്താണ്? സ്വർണം, വെള്ളിയുടെ സ്ഥാനത്താണ്. ഇൻഷാ അല്ലാഹ് അതിനെങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നുള്ളത് ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇസ്മായിൽ ചോദിക്കുകയാണ്, നിസാബ് എത്തിയാൽ കൊടുക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. എന്താണ് നിസാബ്? എന്താ ഇപ്പോൾ ഈ നിസാബ് എന്ന് പറഞ്ഞാൽ? നിസാബ് എത്തിയാൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ നിസാബ്? അപ്പോൾ ഉപ്പ വിശദീകരിച്ച് കൊടുക്കുകയാണ്. സക്കാത്ത് നിർബന്ധമാകുന്ന കുറഞ്ഞ പരിധിയാണ് നിസാബ്.
സക്കാത്ത് നിർബന്ധമാവുന്ന കുറഞ്ഞ പരിധിയാണ് എന്ത് എന്ന് പറയുന്നത്, നിസാബ് എന്ന് പറയുന്നത്. എന്നാൽ ആ പരിധി എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തോളണം, സക്കാത്ത് കൊടുത്തോളണം. അപ്പോൾ ഒരു കണക്കെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സക്കാത്ത് നിർബന്ധമാകുന്ന കുറഞ്ഞ പരിധിയാണ് എന്ത്, നിസാബ് എന്ന് പറയുന്നത്. ഇനി സ്വർണം 20, ഇപ്പോൾ ഓരോന്ന് നമ്മൾ പറഞ്ഞല്ലോ, സ്വർണം വെള്ളി എന്നൊക്കെ പറഞ്ഞല്ലോ. ഇനി സ്വർണം 20 മിസ്കാലും വെള്ളി 200 ദിർഹമും ഒരു വർഷം കൈവശം വെച്ചാൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. എന്നാൽ ഹലാലായ ആഭരണത്തിൽ സക്കാത്തില്ല. എന്താ പറഞ്ഞത്, സ്വർണം 20 മിസ്കാലും, എന്താ 20 മിസ്കാലെന്ന് താഴെ പറയുന്നുണ്ട്. സ്വർണം 20 മിസ്കാലും വെള്ളി 200 ദിർഹമും ഒരു വർഷം കൈവശം വെച്ചാൽ, അപ്പോൾ സ്വർണം 20 മിസ്കാല് ഒരു വർഷമായിട്ട് നമ്മുടെ കയ്യിൽ വേണം. അതല്ലെങ്കിൽ വെള്ളി 200 ദിർഹം നമ്മുടെ കയ്യിൽ എന്ത് വേണം, വെള്ളി വേണം, ഒരു വർഷമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അങ്ങനെ കയ്യിൽ വെച്ചാലാണ് എന്ത് ചെയ്യേണ്ടത്, സക്കാത്ത് നൽകേണ്ടത്. അങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ ഹലാലായ ആഭരണത്തിൽ സക്കാത്തില്ല. ഹലാലായ ആഭരണത്തിൽ നമ്മളെ വീട്ടിൽ ഉമ്മമാരും പിന്നെ പെങ്ങന്മാരൊക്കെ യൂസ് ചെയ്യുന്ന ഹലാലായ ആഭരണം, ആ ആഭരണത്തിൽ എന്തില്ല, സക്കാത്തില്ല. ഇനി ഇസ്മായിൽ എന്താണ് മിസ്കാലും ദിർഹമും? ഇവിടെ പറഞ്ഞു 20 മിസ്കാൽ സ്വർണം, വെള്ളി 200 ദിർഹം. എന്തപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് മിസ്കാലും ദിർഹമും? അപ്പോൾ ഉപ്പ പറയാണ് 20 മിസ്കാൽ ഏകദേശം 85 ഗ്രാം തൂക്കമാണ്. അപ്പോൾ 85 ഗ്രാം തൂക്കം സ്വർണം നമ്മുടെ കയ്യിൽ ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തോളണം, അതിൻ്റെ 2.5%, ഇവിടെ പറഞ്ഞു അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അതേപോലെ 200 ദിർഹം എന്ന് പറഞ്ഞാൽ 595 ഗ്രാം തൂക്കമാണ് വെള്ളി. നമ്മൾ പറഞ്ഞല്ലോ 200 ദിർഹം എന്നാണ് പറഞ്ഞത് വെള്ളിൻ്റെ അവിടെ. ആ 200 ദിർഹം എന്ന് പറഞ്ഞാൽ എന്താണത്, 595 ഗ്രാം തൂക്കമാണ്. അപ്പോൾ 595 ഗ്രാം വെള്ളി ഒരാളുടെ കൈവശം ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ, ആഭരണം രൂപത്തിലല്ല, സൂക്ഷിപ്പിച്ച് വെച്ചതായിട്ട് നമ്മുടെ കയ്യിൽ പിന്നെ 595 ഗ്രാം വെള്ളിയോ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണ്ണമോ ഉണ്ടെങ്കിൽ 2.5% നമ്മൾ എന്ത് ചെയ്തോളണം, സക്കാത്ത് കൊടുത്തോളണം. അത് എത്രയെന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്തിലൂടെ മനസ്സിലാക്കാം. ഇനി ബാക്കി ഇസ്മായിൽ, കച്ചവടത്തിൻ്റെ നിസാബ് എത്രയാണ്? കച്ചവടത്തിൽ ഇപ്പോൾ സക്കാത്ത് കൊടുക്കണമല്ലോ. തുടക്കത്തിൽ പാഠത്തിൻ്റെ തുടക്കത്തിൽ ആ സംഭവത്തിനാണ് വന്നത്. ഉപ്പയും ഇസ്മായിലും തമ്മിലുള്ള ചർച്ച അവിടെയുള്ള വന്നത്. അപ്പോൾ കച്ചവടത്തിൻ്റെ നിസാബ് എത്രയാണ്? ആ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, വെള്ളിയുടെ നിസാബാണ് കച്ചവടത്തിൻ്റെ നിസാബ്. വർഷം തികയുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വിലയോ അതിൽ കൂടുതലോ ഉള്ള കച്ചവട സാധനങ്ങളുണ്ടെങ്കിൽ വിലയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് എന്ത് ചെയ്തോളണം, കൊടുക്കണം. എന്താ അവിടെ ചോദിച്ചത്, കച്ചവടത്തിൻ്റെ നിസാബ് എത്രയാണ്? കച്ചവടത്തിൽ ഇപ്പോൾ എത്ര ആയാലും കൊടുക്കേണ്ടത്, അതാണ് ചോദ്യം. ആ ഉപ്പ പറഞ്ഞാണ് വെള്ളിയുടെ നിസാബാണ് കച്ചവടത്തിൻ്റെ നിസാബ്. വെള്ളിയുടെ നിസാബ് എത്രയാണ്? 595 ഗ്രാം ഉണ്ടാവലാണല്ലോ. അപ്പോൾ ആ 595 ഗ്രാമിൻ്റെ വില അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് പിന്നെ ഉണ്ടെങ്കിൽ എന്ത് കൊടുത്തോളണം, സക്കാത്ത് കൊടുത്തോളണം. വർഷം തികയുമ്പോൾ, ഒരു വർഷപ്പോൾ തുടങ്ങി 2023 ജനുവരി 1 തുടങ്ങി, 2023 ജനുവരി 1 കച്ചവടം തുടങ്ങി, 2024 ജനുവരി 1 ആകുന്ന സമയത്ത് 595 ഗ്രാം വെള്ളിയുടെ ക്യാഷ് അത് എത്രയെന്നുള്ളതാണ് മേലെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ നിലവിലെ കണക്കനുസരിച്ച് 1 ഗ്രാമിന് 93 രൂപയാണ്, വെറും 93 രൂപ. ആ 93നെ 595 കൊണ്ട് ഗുണിച്ചാൽ 55,335 രൂപ. അപ്പോൾ 55,335 രൂപയുടെ സാധനങ്ങൾ നമ്മുടെ കടയിലുണ്ടെങ്കിൽ ആ കടയിലുള്ള വസ്തുക്കളുടെ മൊത്തത്തിലുള്ള വില എന്ത് ചെയ്യുക, വിലക്കെട്ടുക. എന്നിട്ട് എത്ര വരുന്നുണ്ട് നോക്കുക. അങ്ങനെ 55,335 രൂപയുടെ സാധനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% എന്ത് ചെയ്തോളണം, നമ്മൾ സക്കാത്ത് കൊടുത്തോളണം. ഇൻഷാ അല്ലാഹ് അത് തദ്രീബാത്തിൽ പറയും എങ്ങനെയാണ് എത്ര ഉണ്ടാകും എന്നുള്ളതൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വെള്ളിയുടെ നിസാബാണ് എവിടെ വരുന്നത്, കച്ചവടത്തിൻ്റെ സക്കാത്തിൽ വരുന്നത്. 595 ഗ്രാം വെള്ളിയുടെ വില, ആ വില 55,335 ആ വിലയുടെ വസ്തുക്കൾ നമ്മുടെ കടയിലുണ്ടെങ്കിൽ വർഷം തികയുന്ന സമയത്ത് ഈ ഒരു വിലയുടെ ഇതിൽ താഴ്ന്നാൽ നമ്മൾ കൊടുക്കേണ്ടതില്ല. ഇത് ഇപ്പോഴത്തെ കണക്കാണ്. അതായത് ആഗസ്റ്റ് 29 അന്നത്തെ പിന്നെ വെള്ളിയുടെ നിലവാരമാണ് ഇപ്പോൾ പറഞ്ഞത്. 2024 ആഗസ്റ്റ് 29 ഈ ദിവസത്തെ
വെള്ളിയുടെ നിലവാരമാണ് 93 എന്ന് പറഞ്ഞ 1 ഗ്രാമിന്. അത് ചിലപ്പം കൂടിയേക്കാം, ചിലപ്പം കുറഞ്ഞേക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ആ സമയത്ത് എത്രയാണോ നോക്കേണ്ടത്, നമ്മൾ ഒരു ജനുവരി 2024 ജനുവരി 1 എത്ര വരെയാണ് സക്കാത്തിൻ്റെ കണക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക 1 ഗ്രാം വെള്ളിക്ക് എത്രയാണ് ക്യാഷ് എന്ന്. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, 595 കൊണ്ട് ഗുണിക്കുക, ഗുണിക്കുക. അതിന് ആ കിട്ടുന്ന സംഖ്യ, ആ സംഖ്യ നമ്മുടെ കടയിലുണ്ടോ, കടയിലെ മൊത്തം സാധനങ്ങൾക്കുണ്ടോ, മൊത്തം സാധനങ്ങളുടെ വില കൂട്ടി നോക്കുമ്പോൾ അത്രയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളണം, സക്കാത്ത് കൊടുത്തോളണം. അതിൻ്റെ 2.5% നമ്മൾ കൊടുത്തോളണം. അത് എത്രയാ പൈസ എന്ന് വെച്ചാൽ അതിൻ്റെ 2.5%. 1 ലക്ഷമാണ്, 1 ലക്ഷം റുപ്യേൻ്റെ സാധനങ്ങൾ ആ കടയിലുണ്ടെങ്കിൽ ആ 1 ലക്ഷത്തിൻ്റെ 2.5% കൊടുക്കണം. അങ്ങനെയാണ് പറഞ്ഞത്. ഇസ്മായിൽ, കച്ചവടത്തിൻ്റെ നിസാബ് എത്രയാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്താ പറഞ്ഞത് ഇവിടെ, വെള്ളിയുടെ നിസാബാണ് കച്ചവടത്തിൻ്റെ നിസാബ് എന്നൊക്കെ പറഞ്ഞു. 595 ഗ്രാം വെള്ളിയുടെ ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളണം, 2.5% സക്കാത്ത് കൊടുത്തോളണം. ഇനി ഇസ്മായിൽ, എളാപ്പാക്ക് ഫർണിച്ചർ കച്ചവടമാണല്ലോ, അതിന് സക്കാത്തുണ്ടോ? ഉപ്പ, എല്ലാ കച്ചവടത്തിനും സക്കാത്തുണ്ട്. കച്ചവടമായിട്ട് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ എന്തുണ്ട്, സക്കാത്തുണ്ട്. ഫർണിച്ചറാണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. കച്ചവടത്തിൻ്റെ സക്കാത്തിൽ കച്ചവടത്തിന് എന്തുണ്ട്, സക്കാത്തുണ്ട്, ഏത് കച്ചവടമാണെങ്കിലും. അപ്പോൾ ഇസ്മായിൽ, ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഇപ്പോൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ എൻ്റെ സംശയം. അപ്പോൾ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, സക്കാത്തിന് പ്രത്യേക അവകാശികളുണ്ട്, സക്കാത്തിന് പ്രത്യേക വിഭാഗങ്ങളുണ്ട്, അവർക്കാണ് കൊടുക്കേണ്ടത്. ആർക്കെങ്കിലും കൊടുത്തുകൊണ്ട് കാര്യമില്ല, അവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. ആരൊക്കെയാണത്? ഫക്കീർ, മിസ്കീന്, കടമുള്ളവൻ, യാത്രക്കാരൻ, പൊതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, യോദ്ധാവ്. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് അവകാശികൾ. അപ്പോൾ സക്കാത്തിൻ്റെ അവകാശികളെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആരൊക്കെയെന്നുള്ളത് ഒന്നാമത്തേത് പറഞ്ഞത് എന്താ? ഫക്കീറാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ നമ്മൾ തദ്രീബാത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥങ്ങൾ ദരിദ്രനാണ്. ഫക്കീർ പറഞ്ഞാൽ ദരിദ്രൻ. രണ്ടാമത്തേത് മിസ്കീനാണ്. മിസ്കീൻ പറഞ്ഞാൽ പാവപ്പെട്ടവൻ. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ അവന് സമ്പാദിക്കുന്ന സമ്പത്ത് അവൻ്റെ ജീവിതത്തിന് തികയാത്ത മനുഷ്യനാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അന്നാന്നത്തെ ജീവിതങ്ങളെ ചിലവ് ഇങ്ങനെ കഴിഞ്ഞു പോകും, അതിനുള്ള സമ്പാദ്യം അവനക്കുള്ളൂ, അതാണ് മിസ്കീൻ എന്ന് പറഞ്ഞാൽ. പിന്നെ കടമുള്ളവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണമല്ലേ, കടമുള്ളവൻ. പിന്നെ പൊതുവിശ്വാസിയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾ. മോചനപത്രം എഴുതിയ അടിമ. പിന്നെ പറഞ്ഞാൽ എന്താ? യോദ്ധാവ്. അതുപോലെ തന്നെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് അവകാശികൾ. അപ്പോൾ ഈ അവകാശികൾക്കാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് നൽകേണ്ടത്. ഓക്കെ, സക്കാത്തിൻ്റെ ഏതൊരു വസ്തുവിൻ്റെ ആണെങ്കിലും, വെള്ളിയുടേതാണെങ്കിലും സ്വർണത്തിൻ്റെതാണെങ്കിലും ഭക്ഷ്യധാന്യങ്ങളാണെങ്കിലും പിന്നെ ആട്, മാട്, ഒട്ടകം പോലുള്ള ഏതാണെങ്കിലും സക്കാത്തിൻ്റെ അവകാശികൾ ആരാണ്? ഈ പറഞ്ഞ വിഭാഗം ആളുകളാണ്. വ അഖീമുസ്സലാത്ത വ ആത്തുസ്സക്കാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു വീട്ടുക. നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു വീട്ടുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഇനി തദ്രീബാത്തിൽ ഒന്നാമത്തെ നംല ഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്ന്, സ്വർണത്തിൻ്റെ നിസാബ് ഡാഷ് ഗ്രാമാണ്. എത്ര ഗ്രാമാ? 585 ഗ്രാം, 85 ഗ്രാമാണ്. 2, വെള്ളിയുടെ നിസാബ് ഡാഷ് ഗ്രാമാണ്. എത്ര ഗ്രാമാ? 595 ഗ്രാം. ഇനി മൂന്നാമത്തത്, 1 ലക്ഷം രൂപ ഒരു വർഷം കൈവശം വെച്ചവൻ. 1 ലക്ഷം രൂപ ഒരു വർഷം കൈവശം വെച്ചവൻ ഡാഷ് രൂപ സക്കാത്ത് നൽകണം. എത്ര നൽകണം? 2500 രൂപ എന്ത് ചെയ്യണം? സക്കാത്ത് നൽകണം. ഒരു വർഷമായിട്ട് അവൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവൻ കടം കൊടുത്തതാണ്, മറ്റുള്ളവർക്ക് കടം കൊടുത്തു, അവൻ്റെ പൈസയാണത്. എന്നാൽ കടം കൊടുത്ത് 1 വർഷം കഴിഞ്ഞ് 1 ലക്ഷം റുപ്യ ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷം തികഞ്ഞാൽ ഇവനെന്ത് ചെയ്തോളണം? കടം വാങ്ങിയ ആളല്ല, ആരാണോ പൈസ കടം കൊടുത്തത് അവനെന്ത് ചെയ്തോളണം? അതിന് സക്കാത്ത് കൊടുത്തോളണം. അപ്പോൾ 1 ലക്ഷത്തിന് എത്രയാണ്? 2500 രൂപ സക്കാത്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. നാലാമത്തെ, നിസാബ് എത്തിയ സ്വർണം, വെള്ളി എന്നിവയ്ക്ക് ഡാഷ് ശതമാനമാണ് സക്കാത്ത് നൽകേണ്ടത്. എത്ര ശതമാനം? 2.5% സക്കാത്ത് നൽകേണ്ടത്. ഇനി അടുത്ത അഞ്ചാമത്തെ, ഹലാലായ ഡാഷിന് സക്കാത്തില്ല, ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. 6, കച്ചവടത്തിൻ്റെ നിസാബ് ഡാഷ് ആണ്. കച്ചവടത്തിൻ്റെ നിസാബ് എന്താ? വെള്ളിയുടെ നിസാബാണ്. വെള്ളിയുടെ കണക്കാണ് എവിടെയും വരിക? കച്ചവടത്തിലേക്കും വരിക.
ഏഴാമത്തത് അവകാശികൾക്ക് നൽകാതെ ഡാഷ് നരകത്തിൽ ചുട്ടുപഴുപ്പിക്കും. അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തിൽ ചുട്ടുപഴുപ്പിക്കും. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സക്കാത്ത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്യാഷാണ് കൊടുത്തിട്ടുള്ളത്. പൈസ, നമ്മളുടെ കയ്യിലുള്ള പൈസയ്ക്ക് എത്ര സക്കാത്ത് നമ്മളിവിടെ പറഞ്ഞല്ലോ. 1,00,000 രൂപ ഉണ്ടെങ്കിൽ എത്ര കൊടുക്കുന്നത്, 2% എങ്ങനെ കാണുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഈ രൂപത്തിൽ നമ്മൾ 1,00,000 നമ്മുടെ 1,00,000 ഇൻറ്റു 2.5 2% നമുക്ക് എടുക്കണം. അപ്പോൾ 2.5 ഹരിക്കണം എത്ര 100. അപ്പോൾ 100നോട് ഹരിച്ചാൽ നമ്മളെ 2% നമുക്ക് ലഭിക്കും. എത്രയാണ് 2,500. അങ്ങനെ ആൻസർ നമുക്ക് ലഭിക്കും. ഇനി വെള്ളിയുടേത് നോക്കുകയാണെങ്കിൽ വെള്ളിയത് ഇപ്പോൾ വെള്ളിയാണല്ലോ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളി ഗ്രാം കിട്ടണം. എത്ര ഗ്രാം, 2% എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് വെള്ളിയുടെ കണക്ക് എത്ര പറഞ്ഞാൽ 595 ഗ്രാമാണല്ലോ പറഞ്ഞത്. 595 ഇൻറ്റു 2.5 ഹരിക്കണം ഇത് രണ്ടും ഗുണിച്ചതിൻ്റെ ഫലം, അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും 14 ഗ്രാം 875 മില്ലിഗ്രാം. 14 ഗ്രാമും 875 മില്ലിഗ്രാമും അവനെന്ത് ചെയ്തോളണം, സക്കാത്ത് കൊടുത്തോളണം. എത്ര ഉണ്ടെങ്കിലാണ് 595 ഗ്രാം ഉണ്ടാകുമ്പോഴാട്ടോ വെള്ളിയിൽ 14 ഗ്രാം. ഒരു വർഷമായിട്ട് ഈ വെള്ളി നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെയാണെങ്കിൽ 14 ഗ്രാമും 875 മില്ലിഗ്രാമും കൊടുത്തോളണം. ഇനി സ്വർണത്തിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 85 ഗ്രാമിലാണ് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ 85 ഗ്രാമിൻ്റെ 2.5% എങ്ങനെ എടുക്കുക, 2.5% കൊടുക്കണം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഒരാളുടെ കയ്യിൽ 85 ഗ്രാം ഉണ്ടെങ്കിൽ 85 ഇൻറ്റു 2.5 ഹരിക്കണം 100 സമം 2 ഗ്രാമും 125 മില്ലിഗ്രാമും. 2 ഗ്രാമും പിന്നെ 125 മില്ലിഗ്രാമുമാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി കച്ചവടത്തിൻ്റെ അവിടെ നമ്മൾ വെള്ളിൻ്റെ അവിടെ പറഞ്ഞ തന്നെയാണ് കണക്ക്. അപ്പോൾ ഒന്ന് വ്യക്തമാക്കിയെന്ന് മാത്രം. വെള്ളിക്ക് 93 രൂപ വെച്ചിട്ട് 1 ഗ്രാമിന് 93 രൂപ വെച്ചിട്ട് 595 പിന്നെ 93നെ 595 ഗുണിക്കുന്ന സമയത്ത് എത്ര കിട്ടും നമുക്ക്, 55,335 രൂപയാണ് കിട്ടുക, 335 കിട്ടുക. അപ്പോൾ 55,335 രൂപയുടെ സാധനങ്ങൾ ഒരു വർഷം തികയുന്ന സമയത്ത് നമ്മുടെ കടയിലുണ്ടോ, അതിൻ്റെ 2.5% നമ്മൾ എന്ത് ചെയ്തോളണം, സക്കാത്ത് കൊടുക്കണം. അപ്പോൾ 55,335 ഇൻറ്റു 2.5 ഹരിക്കണം 100. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം എത്ര കിട്ടുക, 1,383 ചില്ലറ നമ്മൾ എന്ത് ചെയ്തോളണം, സക്കാത്ത് കൊടുത്തോളണം. കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൻ്റെ സക്കാത്തും അതുപോലെ തന്നെ ക്യാഷിൻ്റെ സക്കാത്തും ഒരുപോലെയാണ്. രണ്ടും 595 ഗ്രാം വെള്ളിയുടെ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പൈസൻ്റെ അവിടെ ക്യാഷിൻ്റെ അവിടെ നമ്മൾ അത്ര പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുത്തോളം. കച്ചവടത്തിൻ്റെ സാധനങ്ങളാണെങ്കിൽ ആ സാധനങ്ങളാണ് നമ്മളെ കടയിലുണ്ടാകുക. ആ സാധനങ്ങളുടെ വില നോക്കുന്ന സമയത്ത് ഈ 595 ഗ്രാമിൻ്റെ വിലയുണ്ടെങ്കിൽ, അതാണ് നമ്മളിവിടെ കൊടുത്തത് 55,335. അത്രയും പൈസൻ്റെ സാധനം ഒരു വർഷം തികയുന്ന സമയത്ത് നമ്മളെ കടയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളണം, അതിൻ്റെ 2.5% കൊടുത്തോളണം. ഇനി നമുക്ക് ബാക്കി വായിക്കാം. നുജീബ് ഉത്തരം എഴുതാനാണ് രണ്ടാമത്തേത്. 1 സക്കാത്തിൻ്റെ അവകാശികൾ ആരെല്ലാം. സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ്? ഫക്കീർ, മിസ്കീന്, കടമുള്ളവൻ, യാത്രക്കാരൻ, പിന്നെ പൊതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥൻ. അതാണ് സക്കാത്തിൻ്റെ അവകാശികൾ. ഇനി 2, ഏതെല്ലാം സമ്പത്തിനാണ് സക്കാത്ത് നൽകേണ്ടത്? ആൻസർ സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം, ഇതിലൊക്കെയാണ് സക്കാത്ത് നൽകേണ്ടത്. ഇനി 3, സക്കാത്ത് നൽകാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? ആൻസർ അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തിൽ ചുട്ടുപഴുപ്പിക്കും. അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടുവെക്കും. 4, സക്കാത്ത് നൽകുന്നവന് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? ആൻസർ പരലോകത്ത് വലിയ ഗുണം കിട്ടും. സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണെന്ന് ഖുർആനിലുണ്ട്. 5, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മാത്രമുള്ള അവകാശി ആര്? ആൻസർ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥൻ. ഇനി 3 നഖർ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. റഖബ എന്ന് പറഞ്ഞാൽ അടിമ എന്ന് പറഞ്ഞാൽ മോചനപത്രം എഴുതിയ അടിമ. അൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്. ആമിൽ എന്ന് പറഞ്ഞാൽ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്. മുഅല്ലഫ് എന്ന് പറഞ്ഞാൽ പൊതുവിശ്വാസി. അൽ ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ.
ഗാലിബ് എന്ന കടക്കാരൻ. അങ്ങനെ ഓരോന്നത് വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്ത് നക്തുബ് എഴുതാനുള്ളതാണ്. ഓരോന്നും അതിൻ്റെതായ കോളങ്ങളിലേക്ക്, അതിന് മുമ്പ് കാണുന്ന തൊട്ടടുത്ത് കാണുന്ന കോളങ്ങളിലേക്ക് കൃത്യമായിട്ട് തെറ്റാതെ എഴുതി കൊടുക്കുക. ഇൻഷാ അല്ലാ ഇത്രയുമാണ് ഈ പാഠത്തിലെ തദ്രീബാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ പഠനത്തിലും നമ്മുടെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.